വേൾഡ് കപ്പ് ഗോൾഡൻ ബൂട്ട് ഇന്നേ വരെ ഒരു പ്ലെയർ പോലും ഒന്നിൽ കൂടുതൽ തവണ നേടിയിട്ടില്ല. ഇത്തവണ അത് 2 പ്ലെയേഴ്സിന് സാധ്യതയുണ്ട്. 2 ടീമും ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കിലിയൻ എംബാപ്പയും 2 ഹാരി കെയ്നും. ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ 2018 ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ 1 ഗോൾ വ്യത്യാസത്തിൽ മെസ്സിയെ മറികടന്നുകൊണ്ട് എംബാപ്പെ നേടുന്നു. എംബാപ്പെ ഒരു ഇപ്പോൾ റയൽ മാഡ്രിഡ് ഫാൻസുമായിട്ട് വലിയ രീതിയിലുള്ളൊരു അഭിപ്രായ വ്യത്യാസവും ഭിന്നതകളും എംബാപ്പയെ ടീമിൽ നിന്ന് പുറത്താക്കണമെന്നടക്കമുള്ള ഒരു പ്ലക്കാർഡുകളും മറ്റൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം PSG അതിഗംഭീരമായൊരു സീസണിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് ഇവിടെ പോകുന്നത്, റയൽ മാഡ്രിഡിലേക്ക് പോകുന്നത്. റയലിലും അദ്ദേഹം ഗോളടിക്കുന്നുണ്ട്, അതിനൊന്നും കുറവൊന്നുമില്ല ഇപ്പോൾ നാഷണൽ ടീമിനെന്ന പോലെ. പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല ക്ലബ് സീസണിൽ. പക്ഷേ അത് എംബാപ്പെ ഒരു ബിഗ് മാച്ച് പ്ലെയറാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ മാത്രം എടുത്താൽ പോരെ, ഒരു ഏകപക്ഷീയമായിട്ട് അർജന്റീന കൊണ്ടുപോകും തൂക്കുമെന്ന് കരുതിയ മത്സരമാണ് വറപ്പിച്ച് വെച്ചത്. അത് നിർഭാഗ്യം കൊണ്ടാണ് ചരിത്രം പറയുന്നത്. ഫൈനലിൽ ഹാട്രിക് നേടിയിട്ടും ടീം തോറ്റുപോയ ഒരു കാലം അത് അദ്ദേഹത്തിന് മാത്രമാണ്. അത്തരമൊരു എംബാപ്പെ പറഞ്ഞിട്ടുണ്ട്, ആ മത്സരം ഞാൻ പിന്നീട് കാണാൻ നോക്കാറില്ല, കാരണം ഹാട്രിക് അടിച്ചിട്ടും ടീമിന് ജയിക്കാൻ കഴിയാത്തത് അതൊരു നെഗറ്റീവ് ഓർമ്മ വരും. എപ്പോഴും പോസിറ്റീവിലാണ് ചിന്തിക്കുന്നത്. ഈ വേൾഡ് കപ്പിലും അത് തന്നെയാണ് അങ്ങനെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വേൾഡ് കപ്പ് റേസിൽ, ട്രോഫി റേസിൽ എന്തായാലും ഫ്രാൻസുണ്ട്, ഗോൾഡൻ ബൂട്ട് റേസിൽ എംബാപ്പയും ഉണ്ട്.